കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു കോടതി. 13 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഹർജി. ഇതിൽ 4 കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് ഈ നിർണായക ഉത്തരവ്. മെയ് 30-നുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. സുമേഷ് മൊറാഴ ചേരുന്നുണ്ട്. സുമേഷ്, മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിവാദം ഉയർന്നു വരുന്നു എന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും തുടരന്വേഷണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേസിൽ PP ദിവ്യയ്ക്ക് മറ്റു വീഴ്ചകളൊന്നും സംഭവിച്ചില്ല എന്ന കണ്ടെത്തലിലാണല്ലോ അന്വേഷണം നേരത്തെ അവസാനിച്ചത്. അതല്ല, 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് കോടതി പറയുമ്പോൾ ഏതൊക്കെയാണ് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അത് എത്ര കണ്ട് നിർണായകമാണ് ഈ കേസിൽ? സജിത്ത്, മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ തുടരന്വേഷണ ഹർജിയിലാണ് ഈ കോടതിയുടെ ഇപ്പോൾ നിർണായകമായ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതിൽ കുറ്റപത്രത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ PP ദിവ്യ 2 ഫോൺ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ കോൾ ഡീറ്റെയിൽസ് പൂർണ്ണമായും എടുത്തില്ല. അതായത് പേഴ്സണൽ ഫോൺ വിവരങ്ങൾ മാത്രമാണ് ഈ പോലീസ് ശേഖരിക്കുകയും അത് കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെടുകയും ചെയ്തത്. അതായത് ഔദ്യോഗിക ഫോൺ വിവരങ്ങൾ ഉടൻ ശേഖരിക്കണം എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. പിന്നീട് പറയുന്നത് ഈ 1 ലക്ഷം രൂപ ഈ പ്രസാദ് ബാബു ഈ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് ഈ സ്വർണം പണയം വെച്ചാണ് കൈക്കൂലി നൽകിയത് എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ഇതിന്റെ രേഖകൾ ഹാജരാക്കണം. പിന്നീട് പറയുന്നത് ഒക്ടോബർ 6-ന് ഈ പള്ളിക്കുന്ന് വെച്ച് നവീൻ ബാബുവും അതുപോലെ തന്നെ പ്രശാന്ത് ബാബുവും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് നവീൻ ബാബു ഈ വാടക ക്വാർട്ടേഴ്സിൽ, അതായത് പള്ളിക്കുന്ന് വാടക ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അവിടെ വെച്ച് ഒക്ടോബർ 6-ന് ഈ പ്രശാന്ത് ബാബു അവിടെ എത്തുകയും ഈ ക്വാർട്ടേഴ്സിന്റെ സമീപത്ത് വെച്ച് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ CCTV ദൃശ്യങ്ങൾ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിരുന്നു. എന്നാൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഹാജരാക്കണം എന്നുള്ളതാണ് ഈ 3-മതായി പറയുന്നത്. 4-മതായി പറയുന്നത് ഈ കൈക്കൂലി കൊടുത്തത് ഈ വിജിലൻസിൽ പരാതി നൽകി. അതായത് പ്രശാന്ത് ബാബുവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ അവർ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തണം ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങളാണ് ഈ കോടതി ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 13 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. അതിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായും ഈ തുടരന്വേഷണത്തിന് ഈ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇത്തരമൊരു തുടരന്വേഷണ ഉത്തരവിട്ടിരിക്കുന്നത്. ആദ്യം കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ഭാര്യ മഞ്ജുഷ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചത്. പിന്നീട് അത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും മെയ് 30-നകം ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. സജിത്താണ്. സുമേഷ്, ഈ നവീൻ ബാബുവിന്റെ കുടുംബം ഈ കേസിൽ CBIയുടെ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചവരാണ്. ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ ഹൈക്കോടതി CBIയുടെ അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടെടുത്തു. ഇതേ തുടർന്നാണല്ലോ ഇവർ തുടരന്വേഷണം ആവശ്യപ്പെടുന്നത്. അതായത് ഇതുവരെ നടന്ന അന്വേഷണത്തിൽ തൃപ്തരല്ല, ചില കാര്യങ്ങൾ പുറത്തു വരണം, PP ദിവ്യയ്ക്ക് നേരിട്ട് ബന്ധമുണ്ട് ഇതിൽ എന്ന് അവർ ആക്ഷേപിക്കുന്നു. ഇത് മരണം ആത്മഹത്യയല്ല, മറിച്ച് ഇതിന് മറ്റു ചില ബന്ധങ്ങൾക്കുണ്ട് എന്ന സംശയം പോലും കുടുംബം ഉന്നയിച്ചതാണ്. അപ്പോൾ പൂർണ്ണമായും PP ദിവ്യയെ കുറ്റവിമുക്തയാക്കുക, അല്ലെങ്കിൽ അവർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന അന്വേഷണ സംഘത്തിന്റെ നീക്കത്തെയാണോ കുടുംബം ചോദ്യം ചെയ്യുന്നത്? തീർച്ചയായും സജിത്ത്. അതായത് ഇപ്പോഴത്തെ ഈ വിധിയിൽ ആശ്വാസമുള്ള വാർത്തയായി ഈ നവീൻ ബാബുവിന്റെ സഹോദരൻ നേരത്തെ ഈ മീഡിയയോട് പ്രതികരിച്ചിരുന്നു. അതായത് അഡ്വക്കേറ്റ് പ്രവീൺ ബാബു ഇത്തരം ഈ കോടതിയുടെ പുതിയ ഉത്തരവിനെ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടന്നില്ല എന്നുള്ളത് തന്നെയാണ് കോടതി അന്നും ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതായത് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രധാനി എന്ന് പറയുന്നത് ഈ DYSP രത്നകുമാർ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ വിരമിച്ചു. ഈ വിഷയത്തിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി അന്നും ഈ ഭാര്യ അതായത് ഒരു കുടുംബം കോടതിയെ സമീപിക്കുന്ന സമയത്ത് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ഈ PP ദിവ്യ സന്നദ്ധയായ CPM നേതാവാണ്. എന്നാൽ ഈ രത്നകുമാറും ഇതുമായി ബന്ധപ്പെട്ട CPMന്റെ പ്രധാനിയാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ശ്രീകണ്ഠാപുരം ഭാഗത്ത് വാർഡ് മെമ്പറായി മത്സരിക്കുകയും പിന്നീട് ജയിക്കുകയും ചെയ്തു. അതായത് അന്നും ഈ കുടുംബം ആരോപിക്കപ്പെടുന്നത് ഈ PP ദിവ്യയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സ്വാഭാവികമായും ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ കോടതിയെ ഈ മഞ്ജുഷ, അതായത് കുടുംബം
ബോധ്യപ്പെടുത്തുകയും ചെയ്തത്. എന്നാൽ ഇതിന്റെ പ്രധാനമായ ഈ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി അന്നും ഈ കോടതിക്ക് സാധിച്ചിരുന്നില്ല. പിന്നീട് 3 തവണ ഈ കേസ് മാറ്റിവെക്കുന്ന ഒരവസ്ഥയുണ്ടായി. കഴിഞ്ഞ 3 തവണ മാറ്റിവെച്ചതിന് ശേഷമായിരുന്നു ഇത്തരം ഒരു നിർണായകമായ വിധി വന്നിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മെയ് 30-നകം റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതാണ് സാഹചര്യം. മെയ് 30-നകം റിപ്പോർട്ട് നൽകണമെന്നതാണ് സാഹചര്യം. പി ദിവ്യ എന്ന CPM നേതാവ് ഇപ്പോൾ തൽക്കാലം അവർ ചിത്രത്തിലില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ട ഈ സംഭവമാണ് അവരുടെയും പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാവുന്നത്. നവീൻ ബാബു എന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജീവൻ ഇല്ലാതായതിന് പിന്നിൽ ദിവ്യയുടെ ഇടപെടലുകൾ ഉണ്ട് എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും സംശയിക്കുന്നത്. പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചു എന്നത് ഒരു മരണകാരണമാണ്. അതിനുമപ്പുറം മറ്റു ചില കാര്യങ്ങൾ, ഗൂഢാലോചനകൾ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നതാണ് കുടുംബത്തിൻ്റെ ആരോപണം. കുടുംബം എന്തായാലും 16 വിഷയങ്ങളിൽ കൃത്യമായ അന്വേഷണമില്ലെന്ന് പറയുന്നു. എന്തായാലും 4 കാര്യങ്ങളിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. അതായത് ഈ പി ദിവ്യയുടെ മൊബൈൽ ഫോണ് കൃത്യമായി പരിശോധിച്ച് അതിൽ സംബന്ധിച്ച നീക്കങ്ങൾ ഉണ്ടാവണം. എല്ലാ മൊബൈൽ ഫോണുകളിലും അത്തരം പരിശോധനകൾ നടന്നിട്ടില്ല. അപ്പോൾ അക്കാര്യത്തിൽ വ്യക്തമായ പരിശോധന വേണമെന്ന് കൂടിയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. എന്തായാലും നിരവധി തിരിച്ചടികൾ കോടതിയിൽ നിന്നും കിട്ടിയ കുടുംബത്തെ സംബന്ധിച്ച് ഈ തുടരന്വേഷണം കോടതി അനുവദിച്ചു എന്നത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്, അവർക്ക് ആശ്വാസം നൽകുന്നതാണ്. കുടുംബത്തിൻ്റെ പ്രതികരണവും അതുതന്നെയാണ്. എന്തായാലും തങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ മരണകാരണം എന്ത് തന്നെയായാലും അറിയാനുള്ള അവകാശം ആ കുടുംബത്തിനുണ്ട്. അവരുടെ ആക്ഷേപം എത്ര കണ്ട് തന്നെയായാലും അതും അന്വേഷിക്കപ്പെടട്ടെ. സത്യം കൂടുതൽ വ്യക്തതയോടെ പുറത്തു വരട്ടെ. തെറ്റുകാരെങ്കിലും ഉണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടട്ടെ എന്നതാണ് സാഹചര്യം. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ പുറത്തു വരട്ടെ. അതിന് ഈ കോടതി വിധി വഴിവെക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.